ഇന്ന് നമ്മളൊരു വെറൈറ്റി പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ കാണുന്ന കരിയിലകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പൊടിച്ചെടുത്തിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുമോ നോക്കണം. അപ്പം ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് എങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളത് സംശയം ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട് ഇല്ലേ? അപ്പം ഇതാ ഇതിനെങ്ങനെ തപ്പി തെരഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഇലകൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ്ടോ, ഈ ഒരു ഇലയുടെ കളറല്ല ഈ ഇല, അങ്ങനെ വെറൈറ്റി കളർ ഇലകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോൾ തന്നെ നമുക്ക് 2-3-4 കളർ ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് കാര്യമായിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും വ്യത്യസ്ത തരം കളറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ആവശ്യമുള്ള എല്ലാ ഇലകളും ഒന്ന് വേർതിരിച്ചിട്ടാണ്. ഉണങ്ങിയ പച്ചല നമുക്ക് അധികം കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു പച്ചല പൊട്ടിച്ചിട്ട് ഉണക്കി നോക്കി നോക്കാം. നല്ല വെയിലാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. അങ്ങനെ നമ്മൾ കിട്ടാവുന്ന എത്ര ഇലകൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ച കളറ്, പിന്നെ ഒരു ചന്ദന കളറും അല്ല മഞ്ഞല്ല, അങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പേരറിയാത്ത കുറച്ച് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊടിച്ചു കഴിഞ്ഞാലും ഈ ഒരു കളറിനാണോ കിട്ടണമെന്ന് നമുക്കറിയില്ല. അതൊന്ന് നോക്കി നോക്കാം. ആദ്യം പച്ചയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടിച്ച് തുടങ്ങാം. സംഭവം നമ്മൾ പ്രതീക്ഷിച്ച പോലെ പൊടിയണില്ല കേട്ടോ, അടിയിൽ ബ്ലേഡ് കടന്ന് കറങ്ങാണ്. അപ്പോൾ ഒന്ന് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു നോക്കാം. ഇപ്പൊ പൊടിയുണ്ട് കേട്ടോ. അടച്ചേക്കാം, പൊടിയൊക്കെ പറന്നു പോവാ. ഇവിടെ നോക്കുമ്പോൾ പച്ച കളറിനെ കിട്ടുന്നൊക്കെ ഉണ്ട്. ഇനി ഇത് തുറന്നിട്ട് നമുക്ക് ഫുള്ള് പറയാൻ പറ്റും. മിക്സി കേടൊന്ന് നമ്മുടെ ഒന്നും കിട്ടും. പൊടിയൊക്കെ പറന്നു പോയാ. ഓരോ ഇല പൊടിയാതെ കിടക്കുന്നുണ്ട് കേട്ടോ. ചിലത് പൊടിഞ്ഞിട്ടുണ്ട്, ചിലത് പൊടിഞ്ഞിട്ടില്ല. പൊടിഞ്ഞത് കണ്ടോ, നല്ല നൈസായിട്ട് നമുക്ക് വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പച്ച കളർ തന്നെ സാധനം. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. നല്ല നൈസ് പൊടി വേണം നമുക്ക് കിട്ടാൻ. അതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി കുറച്ച് മഞ്ഞ ഇല. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള 6 ഇലയെന്നും 6 വ്യത്യസ്ത തരം കളറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള കളർ കുറച്ച് ലൈറ്റ് ആണെങ്കിലും ഇത് വെച്ചിട്ടൊരു ചിത്രം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്കിത് ഈ ഒരു ബോർഡിൽ ചിത്രം ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഒരു കാട്ടാളൻ കല്ലൊരതിയിട്ട് തീ ഉണ്ടാക്കണതാണ് നമ്മുടെ ചിത്രം. കുറച്ച് ഫെവിക്കോൾ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് ബോർഡുമ്പോൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ബ്രൗൺ ആണ് നമ്മൾ ആദ്യം ഇതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. ഈ ഒരു പശയുടെ മോളിക്ക് നമുക്ക് അങ്ങനെ വെതറി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് കയറ്റി കൊടുക്കുകയാണ്. നമ്മുടെ
ചിത്രം ഒന്നും കൂടി പെർഫെക്റ്റ് ആവണമെങ്കിൽ കുറച്ചും കൂടി കറുപ്പ് കളർ വേണമെന്നാണ് തോന്നുന്നത്. നമുക്ക് അത്ര കറുപ്പ് കളർ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിട്ട് കറുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കാട്ടാളുടെ രൂപം എന്താ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മുഖത്തിന് കൂടി കൊടുക്കാണ്ട്. അതിന് നമ്മൾ വലിയ വ്യത്യാസമുള്ള കളറൊന്നുമല്ല കേട്ടോ, ഈ ഒരു കളർ തന്നെയാണ് കൊടുക്കണത്. അപ്പം മുഖത്തിൻ്റെ ഒപ്പം 2 കല്ലും കൂടി നമ്മൾ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കാട് പോലെ തോന്നാൻ വേണ്ടി കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആട്ടോ ഇത് എന്താവും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ചിത്രം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള 6 കളറും കരി ഉപയോഗിച്ചിട്ട് നമ്മൾ ചിത്രം വരച്ച് തീർത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെറൈറ്റി കളർ കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തായിരുന്നു. അതിനുള്ള സാധ്യത ഇതിലുണ്ട്. ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്യണ പോലെ ഷെയ്ഡുകളൊക്കെ സുഖമായിട്ട് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്നൊന്നും ചപ്പൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കാൻ നിൽക്കണ്ട. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ചിത്രം വരയ്ക്കാനുള്ള ഭാഗം ഉണ്ടാവും. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.